ഈശ്വര സന്നിധിയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസിലൂടെ രേഖപ്പെടുത്തുവാനും മറക്കരുത്. അശ്വതിയിൽ തുടങ്ങി രേവതിയിൽ അവസാനിക്കുന്ന 27 നാളുകാർക്ക് നക്ഷത്രപ്രകാരം ജന്മനക്ഷത്ര ക്ഷേത്രങ്ങളുണ്ട്. ഈ നക്ഷത്രത്തിൽ പിറന്ന വ്യക്തി ഒരിക്കലെങ്കിലും ഈ ക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തുന്നത് സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകാൻ കാരണമാകും. ഏതെല്ലാം ക്ഷേത്രങ്ങളിലാണ് ജന്മനക്ഷത്രപ്രകാരം പോകേണ്ടതെന്ന് ഈ വീഡിയോയിൽ കൂടി മനസ്സിലാക്കാം. ഒരിക്കലെങ്കിലും ജീവിതത്തിൽ സ്വന്തം നാൾ പ്രകാരമുള്ള ക്ഷേത്രങ്ങളിൽ പോയി പ്രാർത്ഥിക്കുന്നത് ഏറെ നല്ലതാണ്. ആദ്യത്തേത് അശ്വതി. അശ്വതിയുടെ ക്ഷേത്രം കണ്ണൂരിലെ വൈദ്യനാഥ ക്ഷേത്രമാണ്. രോഗശാന്തിക്ക് പേര് കേട്ടതാണ് ഈ ക്ഷേത്രം. ഭരണിക്കാർക്ക് കൊല്ലം തൃക്കടവൂർ ശിവക്ഷേത്രമാണ്. കാർത്തികക്കാർക്ക് തെക്കൻ പഴനി എന്നറിയപ്പെടുന്ന ഹരിപ്പാട് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലാണ് പോവേണ്ടത്. രോഹിണി നക്ഷത്രക്കാർ പോകേണ്ടത് തിരുവനന്തപുരത്തെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലാണ്. മകയിരം നക്ഷത്രക്കാര് പെരുന്ന ശ്രീ മുരുക ക്ഷേത്രത്തിൽ പോകുക. താരകാസുരവധത്തിന് ശേഷമുള്ള ഉഗ്രരൂപിയായ സുബ്രഹ്മണ്യനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. തിരുവാതിര നക്ഷത്രക്കാര് മണ്ണാറശാല നാഗരാജ ക്ഷേത്രത്തിലാണ് പോകേണ്ടത്. അടുത്തത് പുണർദം നക്ഷത്രം. ഇവരുടേത് കവിയൂർ ഹനുമാൻ സ്വാമി ക്ഷേത്രമാണ്. ഇത് ഏറെ ഗുണം നൽകും. പൂയം നക്ഷത്രക്കാര് പയ്യന്നൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ പോകുക. ആയില്യം നാളുകാര് കൊട്ടിയൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലാണ് പോകേണ്ടത്. മകം നക്ഷത്ര ജാതര് തിരുവനന്തപുരത്തെ പഴവങ്ങാടി ശ്രീ ഗണപതി ക്ഷേത്രത്തിൽ പോവുക. പൂരം നക്ഷത്രക്കാര് പോയിരിക്കേണ്ടത് ചോറ്റാനിക്കര ക്ഷേത്രമാണ്. അടുത്തത് ഉത്രം നക്ഷത്രം. ഇവരുടേത് ദക്ഷിണ കാശി എന്ന കണ്ടിയൂർ ശ്രീ ശിവക്ഷേത്രമാണ്. അടുത്തത് അത്തം നക്ഷത്രം. ഇവർക്ക് ദർശനം നടത്തേണ്ടത് കോട്ടയത്തെ തൃക്കൊടിത്താനം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലാണ്. ചിത്തിര നക്ഷത്രത്തിൽ ജനിച്ചവര് ചെങ്ങന്നൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. ചോതി നക്ഷത്രക്കാര് പാമ്പുമേക്കാട്ട് ക്ഷേത്രത്തിലാണ് പോവേണ്ടത്. വിശാഖം നക്ഷത്രക്കാര് പോകേണ്ടത് ഏറ്റുമാനൂർ ശിവക്ഷേത്രത്തിലാണ്. അനിഴം നാളുകാർ പോകേണ്ട ക്ഷേത്രം ശബരിമലയാണ്. തൃക്കേട്ടക്കാര് പോകേണ്ടത് പറശ്ശിനിക്കടവ് ശ്രീ മുത്തപ്പൻ ക്ഷേത്രത്തിലാണ്. ഇത് സർവ്വ ഐശ്വര്യങ്ങൾക്കും കാരണമാകും. മൂലം നക്ഷത്രക്കാർ പോകേണ്ടത് കൊട്ടാരക്കര ശ്രീ ഗണപതി ക്ഷേത്രത്തിലാണ്. പൂരാടം നക്ഷത്രക്കാർ പോകേണ്ടത് കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രത്തിൽ. ഉത്രാടം നക്ഷത്രക്കാര് പോയിരിക്കേണ്ടത് തുറവൂർ ശ്രീ നരസിംഹസ്വാമി ക്ഷേത്രത്തിലാണ്. തിരുവോണം നക്ഷത്രക്കാർ പോകേണ്ടത് ഗുരുവായൂർ ക്ഷേത്രമാണ്. അവിട്ടം നാളുകാരുടെ ജന്മക്ഷേത്രമായി പറയുന്നത് ആറ്റുകാൽ ഭഗവതി ക്ഷേത്രമാണ്. ചതയം നാളുകാര് തൃശ്ശൂരിലെ വടക്കുംനാഥ ക്ഷേത്രത്തിൽ പോവുക. പൂരുരുട്ടാതി നാളുകാര് പോകേണ്ടത് ആറന്മുളയിലെ പാർത്ഥസാരഥി ക്ഷേത്രത്തിലാണ്. ഉത്രട്ടാതിക്കാരുടെ ക്ഷേത്രം വൈക്കം ശിവക്ഷേത്രമാണ്. രേവതി നക്ഷത്രക്കാര് ഇവരുടെ ക്ഷേത്രമായി കണക്കാക്കേണ്ടത് കാസർഗോഡ് ജില്ലയിലെ അനന്തപുരം ക്ഷേത്രമാണ്. ഇത് തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ മൂലക്ഷേത്രമാണ്. വീഡിയോ കണ്ടതിന് നന്ദി. ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.